റഷ്യൻ അതിർത്തിക്കകത്ത് യുക്രൈൻ കടന്നുകയറ്റം തുടരുന്നു. സൈന്യം കിലോമീറ്ററുകൾ താണ്ടിയതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് വോൾഡമിർ സെലൻസ്കി. റഷ്യയുടെ പ്രധാനപ്പെട്ട 4 എയർബസുകളിൽ തങ്ങൾ ഡ്രോണാക്രമണം നടത്തിയതായാണ് യുക്രൈൻ പറയുന്നത്. രണ്ടാം ലോക യുദ്ധത്തിനു ശേഷം റഷ്യക്കെതിരെ യുക്രൈൻ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണമാണ് ഇപ്പോഴത്തേതെന്നാണ് സെലൻസ്കി അവകാശപ്പെടുന്നത്. നിലവിൽ യുക്രൈൻ സൈനിക സംഘം റഷ്യയുടെ അതിർത്തിക്കുള്ളിൽ നിരവധി കിലോമീറ്ററുകൾ സഞ്ചരിച്ചു കഴിഞ്ഞുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. റഷ്യയുടെ Su-34 ജെറ്റ് വെടിവെച്ചിട്ടതായും 100ഓളം റഷ്യൻ തടവുകാരെ തങ്ങൾ പിടിച്ചെടുത്തതെന്നും യുക്രൈൻ അവകാശപ്പെടുന്നു. തങ്ങളുടെ എയർബസുകളിലേക്ക് യുക്രൈൻ ഡ്രോണാക്രമണം നടത്തിയതായി റഷ്യ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. യുക്രൈനിൽ 117 ഡ്രോണുകളാണ് ആക്രമിക്കാൻ വന്നതെന്നാണ് റഷ്യ സ്ഥിരീകരിക്കുന്നത്. വെറോണസ്, കുർസ്ക്, സവൽസ്കിയ, ബോറിസോഗ്ലെബ്സ്ക് എന്നീ എയർബസുകളിലേക്കാണ് യുക്രൈൻ ഡ്രോണാക്രമണം നടത്തിയത്. യുദ്ധം തുടങ്ങിയ ആദ്യ ആഴ്ചകളിൽ നമ്മൾ എങ്ങനെയാണോ പ്രവർത്തിച്ചത് അത്രയും കാര്യക്ഷമമായി നമ്മൾ ഇപ്പോൾ പ്രവർത്തിക്കണം. നമ്മുടെ രാജ്യത്തിന് ഗുണകരമായ രീതിയിൽ കാര്യങ്ങൾക്ക് മുൻകൈയെടുക്കണം. യുക്രൈൻ പ്രസിഡന്റ് വോൾഡമിർ സെലൻസ്കി രാജ്യത്തിലെ ജനങ്ങളോടായി പറയുന്നു. ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് നമ്മൾ ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞെന്നും നമ്മുടെ താൽപ്പര്യങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കുമെന്നും സെലൻസ്കി പറയുന്നുണ്ട്. കുർസ്ക് മേഖലയിലെ ഒരു ഔദ്യോഗിക സ്ഥാപനത്തിൽ നിന്നും റഷ്യൻ പതാക മാറ്റുന്നതിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം യുക്രൈനിലെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്നു. റഷ്യയിലെ ജനങ്ങൾക്ക് സഹായങ്ങൾ നൽകുകയും സ്ഥാപനങ്ങൾക്ക് മുന്നിലെ റഷ്യൻ പതാകകൾ നീക്കം ചെയ്യുന്നതുമായ ദൃശ്യങ്ങളാണ് ടെലിവിഷൻ സംപ്രേഷണം ചെയ്തത്. റഷ്യയിലേക്കുള്ള യുക്രൈൻ കടന്നുകയറ്റം 2 ആഴ്ച പിന്നിടുമ്പോൾ അതിർത്തി മേഖലയിൽ നടത്തുന്ന ആക്രമണങ്ങളെയെല്ലാം ചെറുക്കാൻ റഷ്യയ്ക്ക് നിലവിൽ സാധിക്കുന്നില്ല. സൈന്യത്തിന്റെ നീക്കം ദുർബലമാക്കാൻ യുക്രൈൻ കിഴക്കൻ ഡോൺബാസ് മേഖലയിൽ സൈനികാക്രമണം നടത്തുന്നു എന്ന് മാത്രം. യുക്രൈനിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം നടന്ന ശക്തമായ ആക്രമണത്തിന്റെ ഭാഗമായി റഷ്യ ബെൽഗോറോസ് മേഖലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5000 കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. എന്നാൽ യുക്രൈന്റെ പുതിയ നീക്കത്തിൽ പുടിൻ മൗനം തുടരുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമല്ല. തിരിച്ചടിക്കാനുള്ള ശക്തമായ നീക്കം മൗനത്തിന് പിന്നിൽ നടക്കുന്നതായും സൂചനകൾ പുറത്തുവരുന്നുണ്ട്. ഇതോടെ കൂടുതൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്.